പ്രലോഭനങ്ങൾ ഉണ്ടാക്കാത്ത ജീവിതങ്ങളില്ല. മരണത്തിൻ്റെ അവസാന വിനാഴിക വരെ അത് നമ്മുടെ കൂടെയുണ്ടായിരിക്കും. എന്നാൽ പ്രലോഭനങ്ങളെ നേരിടാൻ നമുക്ക് കഴിവുണ്ട്, വേരോടെ പിഴുതെറിയാനും. വിശുദ്ധരെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നവർ തന്നെയാണ്. പക്ഷേ അവർ അവയെ ധീരതയോടെ നേരിട്ടു. ഇറ്റാലിയൻ വൈദികൻ ലോറൻസോ സ്കൂപ്പോലി തൻ്റെ സ്പിരിച്വൽ കോമ്പാക്റ്റ് എന്ന കൃതിയിൽ പ്രലോഭനങ്ങളെ നേരിടേണ്ട വിധങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയവും ചിന്തയും ദൈവത്തിലേക്ക് ഉയർത്തുക എന്നതാണ്. ദൈവത്തിൻ്റെ അപരിമേയമായ നന്മകളെക്കുറിച്ച് ധ്യാനിക്കുക എന്നതാണ്. ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ ആർക്കുമാവില്ലല്ലോ. ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ ആ നല്ലവനായ ദൈവത്തിനെതിരായി എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ നമുക്ക് ധൈര്യമുണ്ടാവില്ല. നമുക്കതിനുള്ള ശക്തി ഇല്ലാതെ പോകും. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹം ഉള്ളിൽ നിറയ്ക്കുക, അവിടത്തോട് ചേർന്ന് നിൽക്കുക. ഒരു കൊച്ചു കുഞ്ഞ് കാറ്റും കോളും വരുമ്പോൾ അവൻ്റെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ധൈര്യം പോലെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അതോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക: എൻ്റെ ഈശോയെ, എൻ്റെ മാധുര്യമുള്ള ഈശോയെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എന്നെ എൻ്റെ ശത്രുക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ അനുവദിക്കരുതേ. എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശ് ചുംബിക്കുന്നതും നല്ലതാണ്. ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളെ ധ്യാനിച്ച് അവയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കാൻ പ്രാർത്ഥിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിയുമ്പോൾ പാപത്തിൽ നിന്ന് ഓടിപ്പോകാനുള്ള ദൈവികമായ പരിരക്ഷ നമുക്ക് ലഭിക്കും. ദൈവകൃപയുണ്ടെങ്കിൽ നമുക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ.